Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight's അവിഹിതം. ഒരു തരത്തിലും ഒരു കാലത്തും ഒരാളും ഒരു റിലേഷൻഷിപ്പ് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. ഈ അവിഹിതം എവിടെ കയറി വന്നോ ആ ഒരു റിലേഷൻഷിപ്പ് തകർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഫേസ്ബുക്കിൽ ലൈവ് വന്നു. എന്നിട്ട് തുറന്ന് സമ്മതിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നു, എനിക്ക് 2 മക്കളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഒരാളുടെ ഒരു ഫേസ്ബുക്ക് ലൈവ് വലിയൊരു രീതിയിലുള്ള വാർത്തയാവുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് ഇയാൾ സ്വമേധിയ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ചെയ്തു. ഞാൻ എൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കീഴടങ്ങുകയും ചെയ്തു. ഒരു കുറ്റബോധവും അയാളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂസ് വന്നത് ഇയാളെ ഒരു പൈശാചിക വർഗമായിട്ട് കാണിച്ചിട്ടാണ് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ ഈ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ കഴിയുന്ന വീഡിയോ കാണുമ്പം ഏതൊരാണും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. അത്ര സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ ഇത്രയും വീഡിയോസുകൾ കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ കാണിക്കാൻ മനസ്സ് കാണിച്ച ആ ശാലിനി പുള്ളി അങ്ങനെ ചെയ്തു. ഇപ്പൊ ശാലിനിയുടെ വഴിവിട്ട ജീവിത രീതിയും അങ്ങേയറ്റം സഹികെട്ടാണ് പുള്ളി ഇത് ചെയ്തത്. പോയിട്ട് നിനക്ക് തോന്നുമ്പോ കയറി വരുക, പിന്നെ തോന്നുമ്പോ കയറുന്ന കാര്യം പറഞ്ഞോളൂ. സംസാരം നീ നിന്റെ സംസാരം കാര്യം കൈ വെച്ചാൽ മതി. അങ്ങനെ ചെയ്യത്തില്ല. അണ്ണന് പോലും അതാ എനിക്ക് കണ്ണ് നിറ, അതുകൊണ്ടാ പറഞ്ഞു. പുള്ളിക്ക് അറിയാം. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഐസക്ക് ഒരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ലാതെ കുടുംബം നോക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതായത് കള്ള് കുടിക്കില്ല, വലിക്കില്ല, അങ്ങനെയുള്ള യാതൊരു ദുശീലങ്ങളും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഭാര്യയും കുട്ടികളെയും നോക്കി ജീവിക്കുന്ന ആൾ തന്നെയായിരുന്നു. പക്ഷേ ഇവർക്ക് 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മകന് ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ സന്തോഷപരമായിട്ട് ജീവിച്ചിരുന്ന അവരുടെ ജീവിതം താളം തെറ്റിയത് ഈ ഒരു കുട്ടിക്ക് ഈ ഒരു അസുഖം വന്നിട്ടുള്ളതാണ്. അതിലൂടെ അവർക്ക് ഒരുപാട് ക്യാഷിന് ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ വരുമാനം മതിയാകാതെ വന്നപ്പം ഈ ഒരു സ്ത്രീയും വീട്ടുജോലികൾക്കൊക്കെ പോയി തുടങ്ങിയിരുന്നു. അവിടെ നിന്നാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ വീട്ടുജോലിക്ക് പോയിരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിലെ ആളുമായിട്ട് ഈ ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ചിരുന്നു. അത് ഈ ഒരു ഭർത്താവ് കാണുകയും അതിനെതിരെ ഭർത്താവ് പ്രതികരിക്കുകയും എന്നിട്ട് ഈ ഒരു സ്ത്രീയെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റി പിന്നെ അവിടെ ജോലിക്ക് വിടാതാക്കി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഭർത്താവ് അത് ക്ഷമിച്ച് വീണ്ടും മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് പറ്റിയ ഒരു അബദ്ധം അയാൾ അന്ന് ക്ഷമിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവരെ നല്ല രീതിയിൽ നോക്കി മുന്നോട്ട് ഇവർ ജീവിക്കുകയായിരുന്നു. എങ്കിലും പിന്നെയും ഈ ഒരു ഭർത്താവിന്, അതായത് ഒരു വട്ടം ഒരു സംശയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വട്ടം ഭാര്യ ഇങ്ങനെ പോയി എന്നറിഞ്ഞാൽ ഏതൊരു ഭർത്താവാണെങ്കിലും ഒന്ന് സംശയിക്കും, ഇനിയും ഇവൾ ഇങ്ങനെയൊക്കെ പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. വീണ്ടും ഈ ഒരു ഭാര്യ ജോലിക്ക് പോകാനായിട്ട് നിർബന്ധിതയാവുകയാണ്. കാരണം ഇവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ഐസക്ക് വീണ്ടും ഭാര്യയെ ജോലിക്കായിട്ട് പറഞ്ഞു വിടുന്നത്. പക്ഷെ ഭാര്യ വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണ് ചെയ്തത്. അതായത് തോന്നിയ സമയത്ത് കയറി വരിക, തോന്നിയ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അങ്ങനെ ഇങ്ങനെ പല പല രീതിയിലുള്ള, അതായത് ഒരു ഭർത്താവും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. ഇതും വിലക്കുകളും ഒക്കെ ഈ ഒരു ഐസക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അതൊന്നും ഇവര് വകവയ്ക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഗതി കെട്ടിട്ടാണ് ഈ ഒരു ഐസക്ക് ഈ ഒരു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അവസാനം ഈ ഒരു ഭാര്യയുടെ അമ്മ കൂടി, അതായത് ഈ ഒരു സ്ത്രീയുടെ അമ്മ കൂടി ഇത് സമ്മതിക്കുന്നുണ്ട്. മോളുടെ കയ്യിൽ തെറ്റുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഐസക്ക് ചെയ്തത് ന്യായമാണ് എന്നല്ല ഞാൻ പറയണത്. ഐസക്ക് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതായത് തന്നിട്ടുള്ള ജീവൻ അതൊരു മനുഷ്യന് തിരിച്ചെടുക്കാനുള്ള അവകാശം ഒരിക്കലും തന്നെ ഇല്ല. പക്ഷെ ആ ഭാര്യ ഇവിടെ ചെയ്തത് 101% തെറ്റ് തന്നെയാണ്. അതായത് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരു ദുശീലവും ഇല്ലാതെ തങ്ങളെയും മക്കളെയും നോക്കുന്ന, തന്നെയും മക്കളെയും നോക്കുന്ന ആ ഒരു മനുഷ്യനെ ഇവർ ചതിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണ് ഇവരിവിടെ ഈ ഒരു ഐസക്ക് ഇത്രയും ക്രൂരമായിട്ട് ഭാര്യയോട് പെരുമാറാൻ ഉണ്ടായ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐസക്കിന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇവിടെ തോന്നിയിട്ടില്ല. ഇതാണ് അവിഹിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തീർന്നു. ഒരു കാലത്തും ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇത്
അനുവദിച്ചു കൊടുക്കില്ല, അവരുടെ മനസ്സിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നിട്ടും ഫസ്റ്റ് ടൈം തന്റെ ഭാര്യയ്ക്ക് ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐസക് അവിടെ ക്ഷമിച്ചിരുന്നു. എന്നിട്ട് ഈ ഒരു ഭാര്യയ്ക്ക് വീണ്ടും ജീവിതത്തിലേക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്തു ഇയാളെ. പക്ഷെ അതും വകവയ്ക്കാതെ വീണ്ടും അതേപോലെ തന്നെ വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയാണ് ഭാര്യ ചെയ്തത്. അപ്പം ഫ്രണ്ട്സും കൂടെ പറയുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ ക്ഷീണിച്ച് പോകാനുള്ള കാരണം എന്താണ്, നിനക്ക് ഇത്രയും സങ്കടം വരാനുള്ള കാരണം എന്താണെന്ന് ഐസക്കിനോട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിനോടും ഐസക് ഇതൊന്നും പറയുന്നില്ല. ഇതൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമാണോ? തന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭർത്താവിന് പറയാൻ പറ്റുമോ പുറത്ത്? ഭർത്താവിനെന്നല്ല, ഒരു റിലേഷൻഷിപ്പിലുള്ള ആർക്കാണെങ്കിലും അവിഹിതമുണ്ട് എന്നുള്ളത് മറ്റേ വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുക? ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിപ്പോ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഇതായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ. അല്ലാതെ ഈ ഒരു ഐസക് കുടുംബം നോക്കാതെ കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഭാര്യയുടെ ദുർനടപ്പ് കാരണമാണ് ഇയാൾക്ക് ഇങ്ങനെയൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ എന്ത് പറ്റി? ആ ഒരു ക്യാൻസർ ബാധിച്ച ആ ഒരു കൊച്ചും രണ്ടാമത് ആയിട്ടുള്ള ആ ഒരു കൊച്ചും വഴിയാധാരാവുകയാണ് ചെയ്തത്. എന്തായാലും ഭാര്യയും പോയി, ഐസക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ അനാഥമായി പോയത് ആ കുട്ടികളാണ്. ഓരോരുത്തരുടെ, അതായത് ജീവിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഇവർ കുടുംബമായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഐസക്കിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് ഈ ഒരു യുവതിയെ ചാടിച്ചു കൊണ്ടുപോയിട്ടാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ നാട് വിട്ടുപോയി വേറൊരു നാട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നതായിരുന്നു. ഈ ഒരു കുട്ടിയുടെ അസുഖം കാര്യങ്ങൾ കൊണ്ടൊക്കെ തിരിച്ചു വന്നതായിരുന്നു. അപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പം വേറെ ചാനലിൽ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. പക്ഷെ അവിടെ ഐസക്കിനെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സത്യം അറിഞ്ഞതുകൊണ്ട്, ഇതാണ് സത്യം എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് അതൊന്ന് എല്ലാവരിലേക്കും എത്തിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളുക. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, സോ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.